അങ്ങനെ അമൃത ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ കാഷ്വാലിറ്റിയിൽ കയറി ഡോക്ടേഴ്സ് കണ്ടു. ആദ്യം അവര് ബൈപ്പാസ് മാത്രം പറഞ്ഞിരുന്നു. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേന്ന് രാവിലെ എന്നെ ചികിത്സിച്ച ആ ഡോക്ടർ വന്ന് ട്യൂമേഴ്സ് എടുക്കാൻ തന്നെ തയ്യാറാണ് എന്ന് അറിയിച്ചു. ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു മാതാവിന്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. അതുവരെ ഞങ്ങൾ ഇതേ റിപ്പോർട്ടുമായിട്ട് 2 പ്രാവശ്യം ഇതേ ഡോക്ടേഴ്സിനെ തന്നെ സമീപിച്ചതാണ്. അവരാരും സർജറി ചെയ്തു തരാൻ തയ്യാറായിരുന്നില്ല. മാതാവ് ഇവിടുന്ന് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു സർജറി നടന്നു. 17 മണിക്കൂർ നീണ്ട സർജറിയിൽ എല്ലാ ട്യൂമേഴ്സും എടുത്തു. അതിന്റെ കൂടെ ഇമ്പോർട്ടന്റ് ആയ 1-2 ഓർഗൻസും കൂടി എടുക്കേണ്ടി വന്നു. അപ്പോൾ അതിന്റെ കോംപ്ലിക്കേഷൻസ് വളരെ വലുതാണെന്നും എന്റെ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് പാരലൈസ് ആകുമെന്ന് പറഞ്ഞ് അവർ കൺസെന്റ് എടുത്തു. ഹസ്ബൻഡ് മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവ് ഉള്ളത് കൊണ്ടൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് കൺസെന്റ് സൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ സർജറി നടന്നു. അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേന്ന് എനിക്ക് എഴുന്നേറ്റ് നടക്കുവാൻ പാകത്തിന് ഒരു കംപ്ലൈന്റും ഉണ്ടായിരുന്നില്ല. അവരെന്നെ എഴുന്നേൽപ്പിച്ച് നടത്തുകയും ചെയ്തിരുന്നു. എന്റെ പേര് റീബ ഡെൻസിൽ. ഞാൻ കൊല്ലം പുനലൂരിൽ നിന്ന് വരുന്നു. ഈ വർഷം സെപ്റ്റംബർ 1-ാം തീയതിയാണ് ഇവിടെ വന്ന് എന്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നത്. ഞങ്ങളുടെ ശാന്തമായി പോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് 2021 ഏപ്രിൽ മാസത്തിൽ എനിക്ക് ഫുഡ് കഴിച്ചു കഴിയുമ്പം ഈ റൈറ്റ് സൈഡ് റിബിന്റെ അവിടെ ഒരു നംനെസ്, ഒരു മരവിപ്പ് പോലെ ഫീൽ ചെയ്യുകയും, ആദ്യം ഞാനൊരു നഴ്സാണ്, പുനലൂർ തന്നെ വർക്ക് ചെയ്യുകയാണ്. ആദ്യം ഗ്യാസ് ആയിരിക്കുമെന്നുള്ള ഇതിൽ കുറെ മെഡിസിനൊക്കെ കഴിച്ചു നോക്കി. എന്നിട്ടും കുറവില്ലാതെ വന്നപ്പോൾ അവിടുത്തെ ഗ്യാസ്ട്രോ ഡോക്ടറെ കാണുകയുണ്ടായി. ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ച് ഒരു സ്കാനിങ് ചെയ്തു. അതിനകത്ത് ഒരു ട്യൂമർ ആണെന്ന് മനസ്സിലായി. അതിന്റെ ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊല്ലം പോവുകയും അവിടെ CT സ്കാൻ എടുക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് 1-ന് പകരം 4 ട്യൂമറുകളാണെന്ന് മനസ്സിലാവുകയുണ്ടായി. അത് CTയിൽ തന്നെ ബയോപ്സി എടുത്തു. ബയോപ്സി റിസൾട്ടിൽ കറക്റ്റായിട്ടൊന്നും കൺഫേം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ കണ്ട ഡോക്ടർ കൂടുതൽ അത് റിട്രോപെരിറ്റോണിയൽ ട്യൂമർ എന്ന് പറയാം. അതായത് നമ്മുടെ ഈ ആമാശയത്തിന്റെ ആവരണത്തിന് ബാക്കിലേക്ക് വരുന്നു അത് വളർന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നോർമലായിട്ട് സർജറി ചെയ്തെടുക്കുക കുറച്ച് ബുദ്ധിമുട്ടാണെന്നും കുറച്ച് സമയമെടുത്തുള്ള സർജറി ആണെന്നും പറഞ്ഞ് കുറച്ചൊരു ഹയർ സെന്ററിലേക്ക് എന്നെ റെഫർ ചെയ്യുകയുണ്ടായി. അങ്ങനെ ഞാൻ അമൃത ഹോസ്പിറ്റലിലേക്ക് റെഫറൻസ് വാങ്ങി വന്നു. അവിടെയും ആദ്യം ബയോപ്സി ചെയ്തു. അതിനകത്തും കറക്റ്റായിട്ടൊന്നും കൺഫേം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവർ പറഞ്ഞു സർജറി ചെയ്ത് ബയോപ്സി കറക്റ്റായിട്ട് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ സർജറി ചെയ്തു. സർജറി ചെയ്ത് 4 ട്യൂമറും എടുത്തിരുന്നു. ഒരു 8 hours ഡ്യൂറേഷന്റെ സർജറി ആയിരുന്നു. ട്യൂമറിന്റെ ബയോപ്സി റിസൾട്ട് വന്നു. ഡിഫറൻഷിയേറ്റഡ് ലൈപ്പോസാർക്കോമ എന്ന് പറഞ്ഞാണ് വന്നത്. അതൊരു ക്യാൻസറസ് കണ്ടീഷനാണ്. പക്ഷെ അതിൽ പ്രത്യേകിച്ച് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെയുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് റെക്കമെൻഡ് ആയിട്ട് വരുന്ന ടൈപ്പ് ഒരു സ്പെഷ്യൽ ട്യൂമർ ആണ്. അങ്ങനെ വരികയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. എനിക്ക് വേറെ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം കേട്ടിട്ട് ഒന്നും തന്നെ തോന്നിയിരുന്നില്ല. വീണ്ടും വരികയാണെങ്കിൽ സർജറി ചെയ്യാമെന്നൊരു കൺസിഡറേഷൻ മാത്രമായിരുന്നു. പിന്നെ അങ്ങനെ ആ സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് ഫോളോ അപ്പ് സ്കാനിങ് വന്നു. അതിനകത്ത് റെക്കറൻസ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ റെക്കറൻസ് വരികയും അത് റൈറ്റ് കിഡ്നിയെ കംപ്രസ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ കൂടുതൽ സമയം കളയാതെ പെട്ടെന്ന് സർജറിക്ക് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചു. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ 2ാമത്തെ സർജറിയിലേക്ക് പോയി. 2ാമത്തെ സർജറി കഴിഞ്ഞു. അതിന്റെ ബയോപ്സി റിസൾട്ടും ആദ്യത്തേതുപോലെ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. പക്ഷെ റെക്കമെൻഡ് ആയിട്ട് വരുമെന്ന് ഡോക്ടേഴ്സ് അന്ന് തന്നെ പറഞ്ഞിരുന്നു. 2ാമത്തെ സർജറി കഴിഞ്ഞപ്പോൾ ശരിക്കും പേടിയായി തുടങ്ങി. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരികയാണെങ്കിൽ സർജറി പോസിബിൾ അല്ല എന്നുള്ളൊരു ഫീലിംഗ് തോന്നി. കൂടുതൽ പ്രാർത്ഥനയിലേക്ക് വന്നു. ഈ ആദ്യത്തെ 2 സർജറി നടക്കുന്ന സമയത്തും ലോക്ക്ഡൌൺ ടൈം ആയിരുന്നു. ഇതുവഴി പോകുന്ന സമയത്ത് ഇവിടെ റോഡിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ പോകാൻ സാധിച്ചിരുന്നുള്ളൂ. കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. അന്ന് തൊട്ടേ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 3ാമത്തെ ഫോളോ അപ്പ് സ്കാൻ വന്നു. അതിനകത്തും കറക്റ്റായിട്ട് റെക്കറൻസ് വന്നു. റെക്കറൻസ് പറഞ്ഞാൽ ആദ്യം വന്ന ട്യൂമറിനെക്കാട്ടിലും വലിയ സൈസായിരുന്നു. അതും 3 ട്യൂമർ ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടേഴ്സിനെ കാണാൻ വീണ്ടും അമൃതയിൽ പോയി. അവരാരും അന്ന് കണ്ട ഡോക്ടേഴ്സ് ആരും സർജറി ചെയ്യാൻ വില്ലിങ് ആയില്ല. അത് വലിയ ട്യൂമറാണ്, അത് കുറെ ഇമ്പോർട്ടന്റ് ആയ ഓർഗൻസിനെ അഫക്ട് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് സർജറി പോസിബിൾ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഓങ്കോളജിയിലേക്ക് പോയി. അവിടെ ഡോക്ടേഴ്സിനെ കണ്ടു. വീണ്ടും ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഇവിടെ ബോംബെയിൽ ടാറ്റ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ കണ്ടു. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു ഈ ടൈപ്പ് ട്യൂമേഴ്സിന് കീമോ ചെയ്യുക എഫക്റ്റീവ് അല്ല, പക്ഷെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് റെക്കറൻസ് വരുന്നത് കൊണ്ട് ഒരു കീമോ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കീമോയ്ക്ക് സജസ്റ്റ് ചെയ്തു. ഞങ്ങൾ തിരികെ ഇവിടെ അമൃതയിലേക്ക് വന്നു. ആദ്യത്തെ ഒരു ഡോസ് കീമോ സെപ്റ്റംബറിൽ തന്നെ എടുത്ത് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തുടങ്ങി കണ്ടിന്യൂസ് വോമിറ്റിംഗ് ആയിരുന്നു. ആദ്യം വിചാരിച്ചു കീമോയുടെ എഫക്റ്റ് ആയിരിക്കുമെന്ന്. അങ്ങനെ ഒരാഴ്ച വെയിറ്റ് ചെയ്തു. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത രീതിയിൽ കണ്ടിന്യൂസ് വോമിറ്റിംഗ് ആയപ്പോൾ പുനലൂർ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. 2 ദിവസം ട്രിപ്പ് മാത്രം ഇട്ട് കിടന്നു. എന്നിട്ടും കുറവില്ലാത്തതിനാൽ വീണ്ടും കൊല്ലത്തേക്ക് റെഫറൻസ് വാങ്ങിപ്പോയി. അവിടെയും 2 ദിവസം നോക്കി എൻഡോസ്കോപ്പി ചെയ്തു. അതിനകത്ത് ട്യൂമർ സൈസ് ഒത്തിരി വലുതായതുകൊണ്ട് ഇൻഡസ്ട്രിയൻ എല്ലാം ഒബ്സ്ട്രക്ട് ചെയ്ത് കംപ്ലീറ്റ് ബ്ലോക്ക് ആയി എന്ന് മനസ്സിലായി. അങ്ങനെ അവിടുത്തെ ഡോക്ടേഴ്സ് അമൃതയിലെ ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ടു.
അവരുടെ നിർദ്ദേശമനുസരിച്ച് ഒരു ബൈപ്പാസ് സർജറി മാത്രം ചെയ്യാം, ട്യൂമർ എടുക്കാൻ പറ്റുകയില്ല എന്ന് തീർത്തും പറഞ്ഞിരുന്നു. വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടും ബൈപ്പാസ് സർജറി ചെയ്താലും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതേ അവസ്ഥയിലാകുമെന്ന് അറിയാവുന്നത് കൊണ്ടും ആകെ നിരാശയിലേക്ക് പോയി പ്രാർത്ഥനയെല്ലാം നിർത്തി അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു 14 ദിവസം ട്രിപ്പ് മാത്രമായി കിടന്നു. അവസാനം വീണ്ടും അമൃതയിലേക്ക് തന്നെ റെഫറൻസ് വാങ്ങി പോകുന്നു. റെഫറൻസ് വാങ്ങി വരുമ്പോൾ ഏകദേശം ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയിരുന്നു. ഇനി കൗണ്ടൺ ഡേയ്സേ ഉള്ളൂ, അല്ലെങ്കിൽ കൗണ്ടൺ അവേഴ്സേ ഉള്ളൂ എന്ന് ഹസ്ബൻഡിനോട് അവിടുന്ന് പറയുകയും അവിടുത്തെ സിസ്റ്റേഴ്സ് അതുകൊണ്ട് രോഗി ലേബലിനും കുർബാനയെ തരുവാനായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തു. രോഗി ലേബനം സ്വീകരിച്ചു. അത് കഴിഞ്ഞ് കുർബാന എടുക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാതെ ഞാൻ കുർബാന എടുത്താൽ വോമിറ്റ് ചെയ്യുമോ എന്ന് പേടിയായിരുന്നു. ഒരു സിസ്റ്റർ എന്നെ കൂടുതൽ നിർബന്ധിക്കുകയും വോമിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റർ തന്നെ മാനേജ് ചെയ്തോളാമെന്ന് പറഞ്ഞ് എന്നെ മനസ്സിലാക്കി തരികയും ചെയ്തു. അങ്ങനെ ഞാൻ കുർബാന സ്വീകരിച്ചു. ദൈവകൃപയാൽ 1 മണിക്കൂറോളം ഞാൻ വോമിറ്റ് ചെയ്തതേയില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇരുന്ന് പോകാൻ പറ്റില്ല. അങ്ങനെ ആംബുലൻസിൽ കിടത്തി റെഫറൻസ് ആയി വന്നു. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തിരുന്നത് കൊണ്ട് ഹസ്ബൻഡ് ഇവിടുത്തെ ഓഫീസുമായി ബന്ധപ്പെടുകയും അച്ഛനെ കണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു അവസരം ചോദിച്ചിരിക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടെ വന്നു. അച്ഛൻ ഇങ്ങോട്ട് എന്നെ കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നതുകൊണ്ട് അച്ഛൻ പുറത്തേക്ക് വരികയും ആംബുലൻസിൽ വന്ന് സെയ്ത്ത് പൂശി എന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥിച്ചിട്ട് സുഖം പ്രാപിച്ച് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ അതിൻ്റെ എല്ലാ കുർബാനയിലും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി എനിക്ക് കൂടുതൽ ആത്മബലം കിട്ടി. എനിക്ക് നല്ല എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു, അനിയത്തി ഉണ്ടായിരുന്നു. അവർക്കെല്ലാം നല്ല ആത്മബലമായി. പിന്നെ കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ നടക്കുമെന്നുള്ളൊരു ചിന്തയിലേക്ക് പോയി. അങ്ങനെ അമൃത ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ കാഷ്വാലിറ്റിയിൽ കയറി ഡോക്ടേഴ്സ് കണ്ടു. ആദ്യം അവർ ബൈപ്പാസ് മാത്രം പറഞ്ഞിരുന്നു. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേന്ന് രാവിലെ എന്നെ ചികിത്സിച്ച ആ ഡോക്ടർ വന്ന് ട്യൂമേഴ്സ് എടുക്കാൻ തന്നെ തയ്യാറാണ് എന്ന് അറിയിച്ചു. ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു മാതാവിന്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. അതുവരെ ഞങ്ങൾ ഇതേ റിപ്പോർട്ടുമായിട്ട് 2 പ്രാവശ്യം ഇതേ ഡോക്ടേഴ്സിനെ തന്നെ സമീപിച്ചതാണ്. അവരാരും സർജറി ചെയ്തു തരാൻ തയ്യാറായിരുന്നില്ല. മാതാവ് ഇവിടുന്ന് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു സർജറി നടന്നു. 17 മണിക്കൂർ നീണ്ട സർജറിയിൽ എല്ലാ ട്യൂമേഴ്സും എടുത്തു. അതിന്റെ കൂടെ ഇമ്പോർട്ടന്റ് ആയ 1-2 ഓർഗൻസും കൂടി എടുക്കേണ്ടി വന്നു. അപ്പോൾ അതിന്റെ കോംപ്ലിക്കേഷൻസ് വളരെ വലുതാണെന്നും എന്റെ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് പാരലൈസ് ആകുമെന്ന് പറഞ്ഞ് അവർ കൺസെന്റ് എടുത്തു. ഹസ്ബൻഡ് മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവ് ഉള്ളത് കൊണ്ടൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് കൺസെന്റ് സൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ സർജറി നടന്നു. അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേന്ന് എനിക്ക് എഴുന്നേറ്റ് നടക്കുവാൻ പാകത്തിന് ഒരു കംപ്ലൈന്റും ഉണ്ടായിരുന്നില്ല. അവരെന്നെ എഴുന്നേറ്റിച്ച് നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ സർജറി കഴിഞ്ഞു. 5 ദിവസത്തോളം ഹോസ്പിറ്റലിൽ ICUവിൽ തന്നെയായിരുന്നു. പിന്നെ നോർമൽ ലൈഫിലേക്ക് തിരികെ റിക്കവർ ചെയ്തു. എന്നെ ചികിത്സിച്ച ഡോക്ടേഴ്സിന് പോലും ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് 2 മാസമായി. എന്നെ ചികിത്സിച്ച ഡോക്ടേഴ്സിന് പോലും അത്ഭുതമാണ് ഇത്ര പെട്ടെന്നെങ്കിലും ഞാൻ റിക്കവർ ചെയ്തു എന്ന്. ഇത്രയും അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിച്ച് എനിക്ക് സർജറി നടത്തി തന്ന എന്റെ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ ഞാൻ നിന്റെ മുൻപിൽ പ്രവർത്തിക്കും. പുറപ്പാടിന്റെ പുസ്തകം 34-ാം അധ്യായത്തിലാണ് നാം ഈ തിരുവചനങ്ങൾ കാണുക. ഇവിടെ റീബ ഡെൻസിൽ എന്ന മകൾ തൻ്റെ ജീവൻ മരണ പോരാട്ടത്തിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മോട് വിവരിച്ചത്. ജീവിക്കുന്ന സാക്ഷ്യമായി ഈ മകൾ ഇവിടെ നിൽക്കുകയാണ്. 17 മണിക്കൂറുകളോളം നീണ്ട സർജറി. ആ സർജറിക്കൊടുവിൽ പല ഓർഗൻസും, ഈ ഇന്റേണൽ ഓർഗൻസ് അതൊക്കെ മാറ്റേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പാരലൈസ്ഡ് ആകും എന്നൊക്കെ പറഞ്ഞതാണ്. ഇവിടെ ഈ മകൾ എല്ലാം വിവരിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് സിസ്റ്റർ അത് ചുരുക്കി പറയുക. എന്നിട്ട് ഇന്നിവിടെ ഈ മകൾ അമ്മയുടെ തിരുനടയിൽ എഴുന്നേറ്റ് നിന്ന് ഈ മകളെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് നാം മുമ്പ് കേട്ട തിരുവചനം, ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. തൻ്റെ മുമ്പിൽ പലതരത്തിലുള്ള സംഹാര ശക്തികൾ നിന്നപ്പോൾ മോശ വിറങ്ങലിച്ചു പോയി. ഇസ്രായേൽ ജനം ഭയപ്പെട്ടു. അവർക്ക് മുമ്പോട്ട് പോകുവാൻ പേടിയായിരുന്നു. അപ്പോൾ അവരിൽ തന്നെയാണ് ആശ്രയിച്ചത്. എന്നാൽ സാക്ഷ്യപേടകവുമായി ദൈവത്തിന്റെ സാന്നിധ്യവും പേറിക്കൊണ്ട് അവർ മുമ്പോട്ട് പോയപ്പോൾ അവരുടെ മുൻപിൽ ജോർദാൻ നദി വറ്റി വരണ്ടു. ജെറീക്കോ കോട്ട അവർക്ക് മുൻപിൽ ഒന്നുമല്ലാതായി. മറ്റ് സംഹാര ശക്തികളൊക്കെ അകന്നുപോയി. അപ്പോൾ ഇവിടെ ജീവിതത്തില് പ്രതിബന്ധങ്ങൾ വന്നപ്പോൾ അതും രോഗീ ലേപനം സ്വീകരിച്ച ഒരു മകളാണ്. ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് എല്ലാവരും വിധി പറഞ്ഞ മകൾ. ആ മകളാണ് ഇപ്പോൾ അമ്മയുടെ മുൻപിൽ സാക്ഷ്യവുമായി വന്നിരിക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഈ മകൾ ആംബുലൻസിൽ ഇതിലേ പോകുമ്പോൾ ഇവിടെ നിന്നിറങ്ങി അച്ഛൻ ആംബുലൻസിന്റെ അടുത്തേക്ക് പോയി. അവിടെ ഈ മകളുടെ
ദേഹത്ത് സൈത്ത് പൂശി അച്ഛൻ പ്രാർത്ഥിച്ചു. രോഗാതുരമായ ആ ബോഡിയെ അച്ഛന്റെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ അച്ഛന് ലഭിച്ച ആ ദൈവിക വരം അത് ഉപയോഗിച്ച് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. നീ തിരിച്ചു വന്ന് സാക്ഷ്യം പറയുന്നത് വരെ എൻ്റെ എല്ലാ കുർബാനകളും നിനക്ക് വേണ്ടി ഉണ്ടായിരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞു. അതോടെ ഒരു ആത്മബലമാണ് ഈ മക്കൾക്കും കുടുംബത്തിനും കിട്ടുക. അങ്ങനെ അവർ പോയി ശസ്ത്രക്രിയ നടത്തി. അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. ഈ മകൾ പറഞ്ഞു അല്ലേ, അങ്ങനെയല്ലേ? ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ? പറഞ്ഞേ. ഞാൻ സർജറി കഴിഞ്ഞിട്ട് ഒരു ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ലോങ് സർജറി ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ആ വെന്റിലേറ്റർ കിടക്കുന്ന ദിവസം എനിക്ക് പുറത്ത് നടക്കുന്നതെല്ലാം സംസാരിക്കുന്നതെല്ലാം കേൾക്കാൻ പറ്റും, അറിയാൻ പറ്റും. പക്ഷെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കണ്ടീഷനിലായിരുന്നു. അന്ന് ഈ വെന്റിലേറ്ററിൽ കിടക്കുന്നവർക്ക് സക്ഷനിങ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രൊസീജിയർ ഉണ്ട്. ഞാൻ നേഴ്സ് ആയിരുന്നത് കൊണ്ട് തന്നെ അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതിന്റെ ഒരു പേടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും ഞാൻ വെന്റിലേറ്ററിൽ എനിക്ക് ബോധം ആയപ്പം തന്നെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉള്ളതായിട്ട് എനിക്ക് ഓരോ സെക്കൻഡിലും എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഓരോ സക്ഷനിങ് ടൈമിലും ഇത്രയേ ഉള്ളൂ, പേടിക്കേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നീന്തുന്ന ഒരു മാതാവിനെ ഞാൻ ആ ദിവസം മുഴുവൻ അനുഭവിച്ചറിഞ്ഞതാണ്. അതാണ് ഉടമ്പടിയുടെ ഒരു പ്രത്യേകത. അതായത് അമ്മയുടെ സാന്നിധ്യം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതൊക്കെ ഉടമ്പടിയുടെ പ്രത്യേകതകളാണ്. അപ്പോൾ ഇവിടെ ഈ മകൾ വന്ന് ഈ മകളെ തന്നെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി അമ്മയോട്, തിരുക്കുമാരനോട് ഈ കുടുംബം നന്ദി പറയുമ്പോൾ ഇവർക്ക് ഒരിക്കലും വിചാരിക്കാത്ത, അവരുടെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു റിക്കവറിയാണ് ഇവിടെ നടന്നു കിട്ടുക. അപ്പോൾ ഇതിന് നമുക്ക് കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിക്കാം.